ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഷാലോ ഫൗണ്ടേഷൻ, ഏതൊക്കെ ടൈപ്പ് ഷാലോ ഫൗണ്ടേഷൻസ് ആണ് ഉള്ളത്. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ്. ദി ഫൗണ്ടേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് അടിയിൽ വരുന്ന കൺസ്ട്രക്ഷനാണ്. ഫൗണ്ടേഷൻ പലതരത്തിലുണ്ട്. അതിൽ പ്രധാനമായി രണ്ടായി തരംതിരിക്കുന്നു: ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. Shallow foundation. Foundations having its depth less than or equal is its width are known as shallow foundation. ഈ തരം ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ്റെ വീതി അതിൻ്റെ ആഴത്തിന് സമമോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. അതായത് 60 സെൻറ്റിമീറ്റർ വീതി കൊടുത്തെങ്കിൽ അതിൻ്റെ ആഴം അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കും. ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ഓർഡിനറി, spread footing, combined footing, continuous footing, stepped footing, strap or cantilever footing. Special, grillage foundation, raft or mat foundation, inverted arch foundation. Ordinary shallow foundations. Spread footing. The total load of the structure is transmitted to the base of the structure is spread out to a large area of spread footing. Spread footing for a wall is known as strip footing. The spread footing for single column is known as pad footing or isolated footing. ഒരു സ്ട്രക്ചറിൽ വരുന്ന മുഴുവൻ ലോഡുകളെയും അതിൻ്റെ ബേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു കൊടുക്കുന്നു. ബേസ് ആ ലോഡിനെ ഈക്വലായി കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്നു. ഈ തരം ഫൂട്ടിങ്ങിനെയാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് വോളിലാണെങ്കിൽ അതിനെ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നും, സ്പ്രെഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് ഒരു സിംഗിൾ കോളത്തിലാണെങ്കിൽ അതിനെ പാഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റ് ഫൂട്ടിംഗ് എന്നും പറയുന്നു. കമ്പൈൻഡ് ഫൂട്ടിംഗ്. എ സ്പ്രെഡ് ഫൂട്ടിംഗ് വിച്ച് സപ്പോർട്ട്സ് 2 കോളംസ് ഈസ് ടേംഡ് ആസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. 2 തൂണുകളെ താങ്ങുന്ന ഫൂട്ടിങ്ങിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. The spread footing supports more than 2 columns is known as continuous footing. 2ൽ കൂടുതൽ തൂണുകളെ താങ്ങുന്ന ഫൂട്ടിങ്ങിനെയാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. തൂണുകൾ വളരെ അടുത്തായിരിക്കുമ്പോഴും മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുമ്പോഴും കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് contains steps or offsets and it is also referred to as the stepped footings. ഭാരം കൂടുതൽ വരുന്ന തൂണുകൾക്ക് അതിൻ്റെ ഫൂട്ടിംഗ് സ്റ്റെപ്സായി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണിത്. സ്ട്രാപ്പ് ഓർ കാൻറ്റിലിവർ ഫൂട്ടിംഗ്. എ കാൻറ്റിലിവർ ഫൂട്ടിംഗ് കൺസിസ്റ്റ് an eccentric footing for the exterior column, a concentric footing for the interior column, and a strap or a cantilever beam joining these 2 footings is known as strap or cantilever footing. 2 തൂണുകളെയും ഫൂട്ടിങ്ങുകൾ ഒരു ബീമിനാൽ ബന്ധപ്പെടുത്തുന്നതിനെയാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റീരിയർ കോളത്തിന് എസെൻട്രിക് ഫൂട്ടിങ്ങും ഇൻറ്റീരിയർ കോളത്തിന് കോൺസെൻട്രിക് ഫൂട്ടിങ്ങും ആണ്. അതായത് രണ്ടിലും 2 തരത്തിലുള്ള ലോഡ് വരുമ്പോൾ ആ 2 ഫൂട്ടിങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു ബീം കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ബീമിനെയാണ് കാൻറ്റിലിവർ അല്ലെങ്കിൽ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. Special shallow foundations. Grillage foundation. A grillage foundation is a special type of isolated footing generally provided for where bearing capacity is poor. The depth of the foundation is limited from 1 meter to 1.5 meter. These are 2 types: steel grillage foundation and timber grillage foundation. The foundation is used to construct theatres, factories, town halls, etc. പ്രത്യേക തരം ഇൻസുലേറ്റഡ് ഫൂട്ടിംഗ് ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഉറപ്പ് കുറഞ്ഞ മണ്ണിലാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൂടുതലായും ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ്റെ ആഴം 1 മുതൽ 1.5 മീറ്റർ വരെയാണ്. 2 തരത്തിലുള്ള ഗ്രില്ലേജ് ഫൗണ്ടേഷനുണ്ട്: സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷനും ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷനും. ഈ ഫൗണ്ടേഷൻ കൂടുതലും ഉപയോഗിക്കുന്നത് തിയേറ്റർ, ഫാക്ടറീസ്, ടൗൺ ഹാൾസ് എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ്. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. The raft foundation is very commonly used type of foundation. This method of increasing the bearing power of soil becomes very useful, especially when there are large number of openings on ground floor in structure. It consists of providing an RCC of suitable thickness and with necessary reinforcement.
റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഈ തരം ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂടുന്നതിനോടൊപ്പം ആ ഒരു സ്ട്രക്ചറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നിൽ കൂടുതൽ ഓപ്പണിങ്സ് കൊടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ RCC സ്ലാബിന് വേണ്ടത്ര തിക്നെസ് കൊടുക്കുകയും അതിനനുയോജ്യമായ തരത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കണം. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ കൂടുതലായും ഉപയോഗിക്കുന്നത് പബ്ലിക് ബിൽഡിംഗ്സ്, ഓഫീസ് ബിൽഡിംഗ്സ്, സ്കൂൾ ബിൽഡിംഗ്സ് മുതലായ സ്ഥലങ്ങളിലാണ്. ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. ദി ഫൗണ്ടേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇൻവെർട്ടഡ് ആർച്ചസ് ബിറ്റ്വീൻ ദി പിയർ are known as inverted arch foundation. The rise of the arch is about 1/5 to 1/10 of the span. The load transmitted to the soil through inverted arch. These are suitable for construction of bridges, reservoirs, supports for drainage lines, tanks, etc. ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് രണ്ട് തൂണുകൾക്കിടയിൽ ഇഷ്ടിക നിർമ്മിതമായ ആർച്ചുകൾ പണിയുമ്പോഴാണ്. സിമൻറ്റ് മോട്ടാർ സെറ്റ് ചെയ്യുന്ന ആർച്ചിൻ്റെ റൈസ് സ്പാനിൻ്റെ 1/5 മുതൽ 1/10 വരെയാകാം. സ്പാൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന രണ്ട് തൂണുകളുടെ ഇന്നർ ഫേസുകൾക്കിടയിൽ വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ്. ഈ ഫൗണ്ടേഷനിൽ വരുന്ന ലോഡുകളെ മണ്ണിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ആർച്ചായിരിക്കും. പാലങ്ങൾ, ജലസംഭരണികൾ, ഡ്രെയിനേജ് ലൈനുകൾ, ടാങ്കുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇവ അനുയോജ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.